സെക്കന്ദരാബാദിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും 8A എന്ന ബസ്സിൽ കയറി കാച്ചിഗുഡയ്ക്കാണ് ഞാൻ പോകുന്നത്. ഇത് കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസര പ്രദേശങ്ങളാണ്. ഇതാണ് എൻട്രൻസ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തികച്ചും യാദൃച്ഛികമായിട്ടാണ് കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻ 1916 നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഉള്ളത് കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽ മ്യൂസിയത്തിലാണ്. ഇത് കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷന് പണ്ട് മുതൽ കിട്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ബാഡ്ജുകളാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 1916 ഹൈദരാബാദ് ഭരിച്ചിരുന്ന 7ാമത്തെ നിസാം മിർ ഉസ്മാൻ അലി ഖാനാണ് കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ മ്യൂസിയത്തിൽ നിരവധിയായ ഇൻഫർമേറ്റീവായ ധാരാളം കാര്യങ്ങളുണ്ട്. ഈ ഫോട്ടോഗ്രാഫ് 1916 ഹൈദരാബാദ് നിസാം മിർ ഉസ്മാൻ അലി ഖാൻ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഇതൊരു മിനിയേച്ചർ റെയിൽ മ്യൂസിയമാണ്. ഈ അമേസിംഗ് ഫാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് മുംബൈയും പൂനെയും തമ്മിൽ ബന്ധിച്ചുകൊണ്ടുള്ള റെയിൽവേ ലൈൻ ബോർഗാഡ്സിലൂടെ പണിയുന്നതിന് വേണ്ടി 8 years എടുത്തു എന്നാണ്. ആ കാലഘട്ടങ്ങളിലെ റെയിൽവേ സ്റ്റേഷനിലെ ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ, ആ കാലഘട്ടങ്ങളിലെ നേറ്റീവ് ഹോസ്പിറ്റൽ, റെയിൽവേയുടെ സിഗ്നലിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് ഇത്. പഴയ ടൈപ്പ് റൈറ്റർ, RPFൻ്റെ ഓഫീസ് ഇനോഗ്രേഷൻ, റെയിൽവേയിൽ ഉപയോഗിക്കുന്ന നിരവധിയായ സൈനുകളും സിഗ്നലുകളും ഒക്കെയാണ് ഇത്. കാലങ്ങളായി റെയിൽവേയിൽ ഉപയോഗിച്ചിരിക്കുന്ന നിരവധിയായ സിഗ്നലിംഗ് ഗാഡ്ജറ്റ്സാണ് ഇത്. അതിൻ്റെ ഫോട്ടോഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ട്രെയിനിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അക്കാലങ്ങളിൽ കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷനിൽ ഉപയോഗിച്ചിരുന്ന വാൾ ക്ലോക്ക് സ്റ്റിൽ ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ ഒരു ഫോട്ടോയാണ്. ലോർഡ് ആൻഡ് ലേഡി വില്ലിംഗ്ടൺ 1933 നാമ്പള്ളി റെയിൽവേ സ്റ്റേഷൻ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോഗ്രാഫാണ് ഇത്. ആദ്യകാലങ്ങളിൽ റെയിൽവേ പാലത്തിലൂടെ ട്രെയിൻ പോകുന്നതിൻ്റെ ഫോട്ടോഗ്രാഫ്. ഇനി കാണാൻ പോകുന്നത് മഹാത്മാഗാന്ധി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നതിൻ്റെ ഫോട്ടോഗ്രാഫാണ്. വളരെ അപൂർവമായൊരു ഫോട്ടോഗ്രാഫാണിത്. അങ്ങനെ നിരവധിയായ ചരിത്രപ്രധാനമായ ധാരാളം ഫോട്ടോഗ്രാഫ്സ് ഉണ്ട് ഈ റെയിൽ മ്യൂസിയത്തിൽ. ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ ഔദ്യോഗികമായി സ്വീകരിക്കുന്നതും ഒക്കെയുള്ള നിരവധിയായ ഫോട്ടോഗ്രാഫ്സ്. ഹൈദരാബാദ് ഭരിച്ചിരുന്ന നിസാമുമാരും അക്കാലങ്ങളിൽ ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യലുമായി നല്ല ധാരണ ഉള്ളതുകൊണ്ടാണ് നൈസാമ്മമാർക്ക് തൻ്റെ രാജ്യത്ത് ഇങ്ങനെയൊരു റെയിൽവേ സ്റ്റേഷനും കണക്ടിവിറ്റിയും പണിയാൻ സാധിച്ചത്. ഇത് ജനറൽ കോച്ചിൻ്റെ മിനിയേച്ചറാണ്. ഇത് ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ്സിൻ്റെ മിനിയേച്ചറും. ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ വിവിധ മോഡലിലുള്ള ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ്സിൻ്റെ ഫോട്ടോഗ്രാഫ്സാണിത്.
കാണാൻ പോകുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ഗുഡ്സ് വാഗണിൻ്റെ മിനിയേച്ചറാണ്. ഇനി കാണാൻ പോകുന്നത് പ്രോട്ടോടൈപ്പ് ക്രെയിനിൻ്റെ ഒരു മിനിയേച്ചറാണിത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനും റെയിൽവേയുടെ മെയിൻ്റനൻസിനും വേണ്ടിയിട്ടാണ് ഈ ക്രെയിൻ റെയിൽവേയിൽ ഉപയോഗിക്കുന്നത്. ഇത് റെയിൽവേയുടെ വിവിധ തരത്തിലുള്ള എംബ്ലങ്ങളാണ്. ബ്രാസിൽ നിർമ്മിച്ച ഹാൻഡ് ബെല്ലാണിത്. 1899 സെയിലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപയോഗിച്ചായിരുന്നു ഇത്. അതുപോലെ മറ്റനേകം ഗാഡ്ജറ്റ്സുകളും നമുക്കിവിടെ കാണാം. കോൾ ബേണിംഗ് ഇൻ സ്റ്റീം ലോക്കോ, മനോഹരമൊരു ചിത്രം. ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റീം എഞ്ചിൻ്റെ വിവിധ മോഡലുകളാണ് ഈ ഫോട്ടോസിൽ കാണുന്നത്. ഇനി കാണാൻ പോകുന്നത് വിവിധ മോഡലുകളിലുള്ള ട്രെയിൻ എഞ്ചിനുകളാണ്. ഇവിടെയും കാണാം കാച്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന വിവിധ തരത്തിലുള്ള എംബ്ലങ്ങൾ. ഹൈദരാബാദ് നൈസാം ആറാമൻ ഹൈദരാബാദ് ബ്രോഡ് ഗേജിൻ്റെ ഒഫീഷ്യൽ ഓപ്പണിങ്ങിൻ്റെ ഫോട്ടോയാണിത്. 1860 മുമ്പും അതിനുശേഷവും ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന വിവിധ തരത്തിലുള്ള യാത്രാമാർഗങ്ങളുടെ ഫോട്ടോസാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിനിൽ 14 കാരേജുകളിലായി 400 യാത്രക്കാരുമായി മണിക്കൂറിൽ മാക്സിമം സ്പീഡ് 20 മൈൽസ് പെർ അവറിൽ 1853 ഏപ്രിൽ 16 യാത്ര തിരിച്ചു. 1916 കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻ്റെ ഒറിജിനൽ ഫോട്ടോയാണിത്. നൈസാം കാലഘട്ടത്തിൽ റെയിൽവേയിലെ സ്റ്റാഫുകൾ ഉപയോഗിച്ചിരുന്ന നിരവധിയായ ഷോൾഡർ ബാഡ്ജുകളാണ് ഇത്. ഇപ്പോൾ കാണുന്നത് സ്റ്റേഷൻ മാസ്റ്ററും റെയിൽ ഗാർഡും ഉപയോഗിക്കുന്ന ഫ്ലാഗ് സെറ്റാണ്.
ബ്രാസിൽ നിർമ്മിച്ച ലോഗോയിൽ സദേൺ റെയിൽവേ എന്ന് എഴുതിയിരിക്കുന്നു. ഡീസൽ ലോക്കോമോട്ടീവിൻ്റെ മിനിയേച്ചറാണിത്. ഈ മിനിയേച്ചർ കൂടാതെ ഡീസൽ ലോക്കോമോട്ടീവിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റീം എൻജിൻ ട്രെയിനുകളാണ്. കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻ്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ്റെ ഫോട്ടോയാണിത്. ഹൈദരാബാദ് എന്ന നാട്ടുരാജ്യത്തിൻ്റെ പ്രധാനമായും 2 നിസാംമാരുടെ കാലഘട്ടത്തിലാണ് ഹൈദരാബാദ് നാട്ടുരാജ്യത്തിലൂടെ നിരവധി റെയിൽവേ കണക്ടിവിറ്റിയും റെയിൽവേ സ്റ്റേഷനും നിർമ്മിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ റെയിൽവേ സ്റ്റേഷനും കണക്ടിവിറ്റിയും നാഷണലൈസ്ഡ് ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളായ ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, കാസിപ്പെട്ട്, കാച്ചിഗുഡ എന്നീ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം നാഷണലൈസ്ഡ് ചെയ്തു. ഈ കാണുന്ന എംബ്ലങ്ങളെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ പല ഘട്ടങ്ങളിൽ ഉപയോഗിച്ചതായിരുന്നു. മഹാത്മാഗാന്ധി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ആ മഹത്തായ ചിത്രം വീണ്ടും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് റെയിൽവേ ബ്രിഡ്ജിൻ്റെ മിനിയേച്ചറാണ്. ഇത്തരത്തിലുള്ള ധാരാളം ബ്രിഡ്ജുകൾ ഇന്ത്യയിൽ ഉടനീളം നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ മിനിയേച്ചറും ഫോട്ടോസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
പണ്ടിത് സെൻട്രൽ റെയിൽവേയുടെ സെക്കന്ദരാബാദ് ഡിവിഷനാണ്. ഇപ്പോൾ ഇത് സൗത്ത് സെൻട്രൽ ഡിവിഷൻ്റെ ഭാഗമാണ് ഈ റെയിൽവേ സ്റ്റേഷനും. ഇവിടെ നമുക്ക് കാണാം വിവിധ തരത്തിലുള്ള ചെറിയ ചെറിയ ഗാഡ്ജറ്റുകൾ റെയിൽവേയുടെ സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ചെറിയ ചെറിയ ഉപകരണങ്ങൾ മുതൽ പണ്ട് കാലങ്ങളിൽ റെയിൽവേയിൽ ഉപയോഗിച്ചിരുന്ന ലാമ്പൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കാച്ചിക്കുട റെയിൽവേ മ്യൂസിയം തന്ന അറിവുമായി പുറത്തേക്ക്. Thank you for watching.